ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ദിജേഷ് ദിനേശൻ. നമുക്കറിയാം ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷ വരികയാണല്ലേ. അപ്പോൾ ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു, നമ്മൾ പഠനം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, ഈ GK ഭാഗത്തു നിന്ന്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ശരി, ഒന്നാമത്തെ ചോദ്യം മന്നത്ത് പത്മനാഭനെ കുറിച്ച്. നമുക്കറിയാം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് പ്രസ്താവനകളാണ്. മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പോയിന്റ്, വൈക്കം സത്യാഗ്രഹത്തെ പിന്തുടർന്ന് അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് സവർണ ജാഥ സംഘടിപ്പിച്ചു എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്. 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സവർണ ജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ തന്നെയാണ് ആര് ഈ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. അദ്ദേഹം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്. സർവീസസ് മാസികയുടെ സ്ഥാപകനായിരുന്നു അല്ലെ. സർവീസസ് എന്ന് പറയുന്ന മാസിക എന്താണ്? NSSന്റെ മുഖപത്രം എന്നറിയപ്പെടുന്ന ഒരു മാസികയാണ് സർവീസസ്. അപ്പൊ സർവീസസിന്റെ സ്ഥാപകനായിരുന്നു എന്ന പോയിന്റ് എന്താണ്? ശരിയാണ്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് NSS പോലെയുള്ള സംഘടന രൂപം കൊള്ളുന്നത്. അതിന്റെ മുഖപത്രത്തിന്റെ സ്ഥാപകനായിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. രണ്ടാമത്തെ പോയിന്റും ശരിയാണ്. 1966 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 1966 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോയിന്റ് ശരിയാണ്. കൂടാതെ അദ്ദേഹത്തിന് ഭാരത കേസരി എന്ന് പറയുന്ന ഒരു പദവി കൂടി ലഭിച്ചിട്ടുണ്ട്. അവസാനമായി പറയുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചതിൽ പ്രധാനിയായിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ 1931 ഈ ക്ഷേത്രത്തിന്റെ സമര സംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ സംഘാടകരിൽ ഏറ്റവും പ്രധാനിയായിരുന്ന വ്യക്തിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ K കേളപ്പൻ. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള 4 പോയിന്റുകളും ശരിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോയി നോക്കാം. ഇനി ഉത്തരം എങ്ങനെയാണ്? എയും സിയും ശരി അല്ല. നമ്മൾ നോക്കിയതിൽ ABCD എല്ലാ പോയിന്റും ശരിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നവോത്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷെ നമുക്കറിയാം പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേരള നവോത്ഥാനം അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം. അപ്പൊ അവിടെ നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. K കേളപ്പനെ കുറിച്ച് അല്ലെ. ഈ നവോത്ഥാന നായകരിൽ തന്നെ മറ്റൊരു പ്രധാനിയായിട്ടുള്ള വ്യക്തിയാണ് ആര്? K കേളപ്പൻ. K കേളപ്പനെ കുറിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം മാതൃഭൂമി പത്രം സ്ഥാപിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം മാതൃഭൂമി പത്രം സ്ഥാപിച്ചു. നമ്മൾ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകി. ആ പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. അതായത് കേരളത്തിൽ 1930 നടന്ന കേരള ഉപ്പു സത്യാഗ്രഹം, ഇന്ത്യയിലെ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉപ്പു സത്യാഗ്രഹം ദണ്ഡി മാർച്ച് ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിന്റെ ഭാഗമായിട്ട് ആ ഉപ്പു സത്യാഗ്രഹം പയ്യന്നൂരിലും നടന്നു നമുക്കറിയാം. അതിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ആര്? ഈ പറയുന്ന K കേളപ്പൻ. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന് എന്ത് വിളിക്കാറുണ്ട്? കേരള ഗാന്ധി എന്ന് വിളിക്കാറുണ്ട്. കേരള ഗാന്ധി എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ പോയിന്റ് എന്ത് തന്നെയായാലും ശരിയാണ്. കേരള ഗാന്ധിയാണ് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ പ്രധാനിയായിരുന്നു അല്ലെ. കേരളത്തിൽ നടന്ന ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ആര്? K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹമാണെങ്കിലും വൈക്കം സത്യാഗ്രഹമാണെങ്കിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് നിന്നൊരു വ്യക്തി കൂടിയാണ് ആര്? K കേളപ്പൻ. അപ്പൊ ഇതും നമുക്ക് ശരിയാണ്. ബിയും സിയും ശരിയാണ്. അടുത്തൊരു പോയിന്റ് കാണുന്നു. യോഗക്ഷേമ സഭയുടെ സ്ഥാപകനായിട്ട് പറയുന്നു. എന്താണ്? യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ. സാധ്യതയില്ല. കാരണം യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് ബ്രാഹ്മണ വിഭാഗം, നമ്പൂതിരി വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊണ്ട ഒരു സംഘടനയാണ്. ആ സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന പേര് VT ഭട്ടതിരിപ്പാട് എന്നാണ്. അദ്ദേഹം അല്ല അതിന്റെ സ്ഥാപകൻ. ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്ഥാപകൻ. പക്ഷെ ആരും കൂടെ ഉണ്ടായിരുന്നു? VT ഭട്ടതിരിപ്പാട്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. K കേളപ്പന്റെ അവിടെ യോഗക്ഷേമ സഭ വരാൻ സാധ്യതയില്ല. അപ്പൊ D തെറ്റാണ്. A നമുക്ക് കൺഫ്യൂഷൻ ആണ്. D തെറ്റാണ്.
എ കൺഫ്യൂഷൻ ആണ്, ഉത്തരത്തിലേക്ക് വരാട്ട. ഡി തെറ്റാണെങ്കിൽ ഇത് പോയി അല്ലെ, ഡി തെറ്റാണെങ്കിൽ ഇത് പോയി. ഈ രണ്ട് പോയിന്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്ന ഈ മാതൃഭൂമി എന്ന് പറയുന്ന പത്രം കുറച്ചൊക്കെ വായിച്ചു നോക്കിയ ആൾക്ക് അറിയാവുന്നതാണ്. മാതൃഭൂമി എന്ന പത്രം വരുന്നത് 1923 കോഴിക്കോട് നിന്ന് മാതൃഭൂമി പത്രം രൂപം കൊള്ളുന്നത്. അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് KP കേശവമേനോനാണ്. ആരാണ്? KP കേശവമേനോൻ. അങ്ങനെ നോക്കുമ്പോൾ എയും തെറ്റാവും. ഉത്തരം എന്തായിട്ട് മാറും? ഓപ്ഷൻ സി, ബി, സി എന്നിവയാണ് ശരി. അപ്പൊ ഒരു നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പത്രങ്ങൾ, അദ്ദേഹം നേതൃത്വം കൊടുത്ത ഏതെങ്കിലും മുന്നേറ്റങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം സമരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അങ്ങനെ സംഘടനയുമായി ബന്ധപ്പെട്ട അത്തരം ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യത. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുകയും ഈ ഓപ്ഷനിൽ നിന്ന് കൃത്യമായിട്ട് വെട്ടിക്കളയാൻ, രണ്ട് ഓപ്ഷനെങ്കിലും വെട്ടിക്കളയാൻ സാധിക്കുകയും ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് ടൈം ലാഭിക്കാം. പരീക്ഷകളിൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത് എന്താണ്? ടൈമാണ്. ആ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചോദ്യങ്ങളിലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് ഉപകരിക്കും. അപ്പൊ ഇവിടെ ചോദ്യം വരുന്നത് മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ആ ഒരു ചോദ്യത്തിൽ, കെ കേളപ്പനുമായി ബന്ധപ്പെട്ട ആ ഒരു ചോദ്യത്തിൽ വരുന്നത് ബി ശരിയാണ്, സി ശരിയാണ്, എയും ഡിയും തെറ്റാണെന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്തി. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഇവിടെയും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സാമൂഹിക പരിഷ്കർത്താക്കളെ പരിഗണിക്കുക, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. താഴെ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കളെ പരിഗണിക്കുക. നോക്കാം. ഒന്നാമത്തെ അയ്യാവു സ്വാമികൾ, അതായത് അയ്യാ വൈകുണ്ഠ സ്വാമി എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, സഹോദരൻ കെ അയ്യപ്പൻ, ആർ ശങ്കർ, നിത്യചൈതന്യതി. മുകളിൽ പറഞ്ഞവരിൽ ആരാണ് SNDP ബന്ധമുള്ളത്? ആരാണ് SNDP ബന്ധപ്പെട്ട് അല്ലെ? SNDP എന്ന് പറയുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം, SNDP. ഓക്കെ, SNDP രൂപം കൊള്ളുന്നത് 1903 SNDP ബന്ധപ്പെട്ടിട്ട് സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ്, അതിന്റെ സ്ഥാപക നേതാവ്, അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അതിന്റെ വൈസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. അതുപോലെ തന്നെ അതിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ. അങ്ങനെ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ ആരൊക്കെയാണ് SNDPയുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാർ എന്നാണ് ചോദ്യം അല്ലെ? ആർ ശങ്കർ എന്തായാലും പ്രവർത്തിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഈ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തനം അദ്ദേഹത്തിന്റെ മരണശേഷമൊക്കെ, അല്ലെങ്കിൽ 1950 ശേഷമൊക്കെ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ് ആർ ശങ്കർ എന്ന് പറയുന്നത്. കേരളത്തിന്റെ 3ാമത്തെ മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. അപ്പൊ ആർ ശങ്കർ നിർബന്ധമായിട്ട് അതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ ശരിയാണ്. സഹോദരൻ അയ്യപ്പൻ എന്ത് തന്നെയാണ്? ഈ SNDP യോഗവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ച, അതിന്റെ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിയാണ് ആര്? സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈതന്യതി, ഇതും ശരിയാണ്. ഇദ്ദേഹം SNDP യോഗവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം SNDP യോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഇവിടെ ഒന്ന് മാത്രം തെറ്റ് എന്ന ഉത്തരത്തിലേക്കാണ് നമ്മൾ എത്തുക. അപ്പോൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഒന്ന് മാത്രം തെറ്റ്, ഒന്ന് മാത്രം തെറ്റാണെങ്കിൽ ഇത് പോകും, ഇത് പോകും, ഇത് പോകും. ഉത്തരത്തിലേക്ക് എത്തും 2, 3, 4. അതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവര് 2, 3, 4. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് തന്നെ നമുക്ക് കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാം? നേരെ ഓപ്ഷനിലേക്ക് നോക്കാം. ഒന്നുള്ളതൊക്കെ വെട്ടിക്കളയാം. ഒന്നുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. ബാക്കിയൊന്നും വായിച്ചു നോക്കണം എന്ന് പോലുമില്ല, ടൈമാണല്ലോ പ്രശ്നം. അപ്പൊ ബാക്കിയൊന്നും വായിച്ചു നോക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, നേരെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാം. താഴെ പറയുന്ന സംഭവങ്ങൾ, ഇപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് അല്ലെ? കാലക്രമേണ അതിനെ എന്ത് ചെയ്യുക? ഓർഡർ ആക്കുക, അല്ലെങ്കിൽ ക്രമീകരിക്കുക. കല്ലുമാല സമരമുണ്ട്, വില്ലുവണ്ടി സമരമുണ്ട്, അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുണ്ട്, വൈക്കം സത്യാഗ്രഹമുണ്ട്. ഓക്കെ, 4 നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അത് ആരൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നോക്കാം. കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട നേതാവാണ് ആര്? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് നമുക്കറിയാം അല്ലെ? കല്ലുമാല എന്ന് പറയുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ആഭരണം ധരിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം. കല്ലുമാല സമരത്തിന് പെരിനാട് ലഹള എന്നൊരു പേര് കൂടിയുണ്ട്. നമുക്കറിയാം പെരിനാട്, കൊല്ലം ജില്ലയിലെ പെരിനാട് വെച്ചിട്ടാണ് ഈ കലാപം അല്ലെങ്കിൽ സമരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പെരിനാട് ലഹള എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അയ്യങ്കാളി ഈ പെരിനാട് ലഹള സംഘടിപ്പിക്കുന്നത് 1915. അപ്പൊ ഒരു വർഷം കിട്ടി നമുക്ക്, 1915. അടുത്തത് നോക്കാം.
വില്ലുവണ്ടി സമരം അല്ലെ, വില്ലുവണ്ടി സമരവും ആരുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അയ്യങ്കാളി പൊതുവഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ സമരമാണ് ഏത്? 1893 നടക്കുന്നത്. 1893 നടക്കുന്ന വില്ലുവണ്ടി സമരം. ഏതാണ്? വില്ലുവണ്ടി സമരം. അപ്പൊ അയ്യങ്കാളിയുടെ 2 സമരങ്ങളാണ് പറഞ്ഞത്. ഇനി അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത്, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. അരുവിപ്പുറം എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നത് നെയ്യാറിന്റെ തീരത്താണ്. അരുവിപ്പുറം ക്ഷേത്രത്തിൽ അദ്ദേഹം നടത്തിയ ശിവപ്രതിഷ്ഠയാണ് എന്തറിയപ്പെടുന്നത്? ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്നറിയപ്പെടുന്നത്. അരുവിപ്പുറം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങളെ പറ്റിയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇവിടം എന്നെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലെങ്കിൽ അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്ന സംഭവം 1888 നടക്കുന്നത്. 1888 അപ്പൊ അതുവരെ നമുക്കായി. ഇനി വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ് നമ്മളിപ്പോ 1924-25 തുടങ്ങിയ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ് 2025 നമ്മൾ ആഘോഷിച്ചത് അല്ലെങ്കിൽ ആചരിച്ചത്. 1924-25 കാലഘട്ടത്തിലായിരുന്നു വൈക്കം സത്യാഗ്രഹം. 24 ആയാലും കുഴപ്പമില്ല, 25 ആയാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടുത്തെ ഉത്തരത്തിലേക്ക് 24 ആയാലും കുഴപ്പമില്ല, 25 ആയാലും കുഴപ്പമില്ല. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ് EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്ന വൈക്കം ഹീറോ. അദ്ദേഹമാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ഒരു ജാഥ സംഘടിപ്പിക്കുന്നത്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഗാന്ധിജി കേരളത്തിലേക്ക് എത്തുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 1924 ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. വൈക്കം സത്യാഗ്രഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ദൂരം കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. ഇവിടെ വർഷം മാത്രം നോക്കുക, 24-25 അപ്പൊ നമുക്ക് ഏകദേശം വർഷങ്ങൾ കിട്ടി. ഇതിലെ ക്രമീകരിക്കുമ്പോൾ എന്ത് വരും? 3 വരാം അല്ലെ. അതിനുശേഷം എന്ത് വരാം? 1800 തന്നെ 2 വരാം. അതിനുശേഷം എന്ത് വരും? 1924 വരുമോ 15 വരുമോ? 1 വരും, 4 വരും. 3, 2, 1, 4. 3, 2, 1, 4. അപ്പൊ നമുക്ക് ചില ഏരിയ അല്ലെങ്കിൽ ചില ഭാഗങ്ങള് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചോദ്യങ്ങൾ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചില ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ടൈം വളരെയധികം കയ്യിൽ നിന്ന് പോകും. ടൈം മാനേജ്മെന്റ് ആണ് നമുക്കിവിടെ പരീക്ഷകളിൽ വേണ്ടത്. അപ്പൊ ടൈം കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഇയറുകൾ ഓർമ്മ വരിക, അത് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തുക. ഇനി എടുത്തെഴുതുന്ന സമയത്ത് തെറ്റിക്കരുത്. ഇവിടെ വരുമ്പോൾ നമ്മൾ 3, 2, 1, 4 ഇതായിരുന്നു ഓർഡർ അല്ലേ? 3, 2, 1, 4 ഓപ്ഷൻ സിയിലേക്ക് നമ്മൾ എത്തും. ഇനി ഇതൊക്കെ കണ്ടുപിടിച്ച ശേഷം ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ മാറിപ്പോവരുത്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം എടുത്തെഴുതാൻ. പലർക്കും പറ്റുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാൽ എഴുതുന്നതൊക്കെ കൃത്യമായിട്ട് കഴിയും അല്ലെങ്കിൽ കണ്ടെത്തുന്നതൊക്കെ കൃത്യമായിട്ട് കഴിയും. പക്ഷെ ഓപ്ഷൻ തെരഞ്ഞെടുത്ത് എഴുതുന്ന സമയത്ത് എയും ബിയും സി ഡിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഓക്കെ, ശരി. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഈ പറയുന്ന നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കണം. താഴെ നൽകിയിരിക്കുന്ന കോഡിന്റെ സഹായത്തോടു കൂടി ശരിയായ ഉത്തരം തെരഞ്ഞെടുക്കുകയും വേണം. ഇതുപോലെ തെരഞ്ഞെടുക്കുകയും വേണം. ഇങ്ങനെയാണ് വരുന്നത്. ശരി, ഒരു ഭാഗത്ത് സാമൂഹ്യ പരിഷ്കർത്താവിനെ കൊടുത്തിട്ടുണ്ട്, ഒരു ഭാഗത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നോക്കാം. ആദ്യത്തെ കൊടുത്തിരിക്കുന്നു ഡോക്ടർ പൽപ്പു. ഇതാണ് ഡോക്ടർ പൽപ്പു, ബാരിസ്റ്റർ GP പിള്ള, വൈകുണ്ഠസ്വാമി, സഹോദരൻ അയ്യപ്പൻ. ഓക്കെ അല്ലേ? ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന ഉത്തരം ഏതായിരിക്കും? ബി കിട്ടാൻ നമുക്ക് സാധ്യതയുണ്ട് അല്ലെ. ബാരിസ്റ്റർ GP പിള്ള എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം 1891. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന, അതായത് കുറച്ചു കാലമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്ന വർഷമാണ്. 1891 എന്ത് നടക്കുന്നത്? മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ബാരിസ്റ്റർ GP പിള്ള എന്ന് പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അപ്പൊ ബി എന്ന് പറയുന്നത് 4. ബി എന്ന് പറയുന്നത് 4. ശരി, ഡോക്ടർ പൽപ്പു അല്ലെ. ഡോക്ടർ പൽപ്പു എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? മലയാളി മെമ്മോറിയൽ GP പിള്ളയാണെങ്കിൽ ഡോക്ടർ പൽപ്പു തീർച്ചയായും എന്തായിട്ട് മാറും? അത് ഈഴവ മെമ്മോറിയൽ ആണ്. ഏതാണ്? ഈഴവ മെമ്മോറിയൽ. B4
ബി എന്ന് പറയുന്നത് 4ലേക്കും എ എന്ന് പറയുന്നത് 2ലേക്കും. എ എന്ന് പറയുന്നത് 2ലേക്കും. ഇപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കിതൊന്ന് പറഞ്ഞു പോവാം. ഇനി ആരായിരിക്കും? സഹോദരൻ അയ്യപ്പനുണ്ട്, അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമിയും ഉണ്ട്. വൈകുണ്ഠസ്വാമി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പന്തി ഭോജനം നടത്തിയ വ്യക്തിയാണ്. പന്തി ഭോജനം. സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് മിശ്ര ഭോജനം നടത്തിയ വ്യക്തിയാണ്. ഓക്കെ, പന്തി ഭോജനവും മിശ്ര ഭോജനവും. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ആദ്യത്തെ ഒരു കോഡ് വെച്ചിട്ട് തന്നെ കിട്ടും. ശരിക്കും ബാരിസ്റ്റർ GP പിള്ള മലയാളി മെമ്മോറിയൽ, അതായത് ബി എന്ന് പറയുന്നത് 4 ആയിരിക്കണം. ഇവിടെ നോക്കൂ, ബി എന്ന് പറയുന്നത് 4 ആകുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി. ഓക്കെ, ഇനി ഇഴവ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് എ 2 ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എ 2 ആയിരിക്കണം എന്ന് എ 1 ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോഴും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇനി ഒരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്, താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. സാധുജന ദൂതൻ, ഹരിജൻ, മിതവാദി, അൽ ഇസ്ലാം. 4 പത്രങ്ങൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു. നോക്കൂ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അൽ ഇസ്ലാം ഉണ്ട് അല്ലെ, ഇതിലൊരൊറ്റ പേര് അതിലേക്ക് ചേരാൻ സാധ്യതയുള്ളൂ. അതെന്താണ്? വക്കം മൗലവി എന്ന പേരാണ്. എന്താണ്? വക്കം മൗലവി. അത് വെച്ചിട്ട് ഉത്തരം കിട്ടുമോ നോക്കുക. 4 എന്ന് പറയുന്നത് സി ആയിരിക്കണം. 4 എന്ന് പറയുന്നത് സി ആയിരിക്കണം. 4 എന്ന് പറയുന്നത് സി ഉള്ള ഒരു ഉത്തരമുണ്ട്. ഇതുണ്ടോ? ഇല്ല. ഇതുണ്ടോ? ഇല്ല. പിന്നെ ഇതാണുള്ളത്. ശരി, ഇനി ഇവിടെ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടാവുന്ന പോയിന്റ് ഏതാണ്? മിതവാദി. മിതവാദി ആരാണ്? സി കൃഷ്ണൻ. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് അറിയപ്പെടുന്നത്. മിതവാദി സി കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മിതവാദി പത്രത്തിന്റെ സ്ഥാപകൻ അദ്ദേഹമല്ല, പക്ഷെ അദ്ദേഹം 1913 ആ പത്രം വിലക്കി വാങ്ങുകയും അദ്ദേഹത്തിന്റെ പേര് അതിനോടുകൂടി ചേർക്കുകയും ചെയ്തു, മിതവാദി സി കൃഷ്ണൻ. അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറയുന്നത് ബി ആയിരിക്കും. 3 ബി ആണെങ്കിൽ ഈ ഓപ്ഷൻ വെട്ടിപ്പോവും, ഈ ഓപ്ഷൻ വെട്ടിപ്പോവും, ഈ ഓപ്ഷൻ വെട്ടിപ്പോവും. ഓപ്ഷൻ എയിലേക്ക് നമ്മൾ എത്തും. ബാക്കിയെല്ലാം നമുക്ക് സാധുജനദൂതൻ എന്ന് പാമ്പാടി ജോൺ ജോസഫിന്റെ, ഹരിജൻ എന്ന് പറയുന്നത് KP വള്ളോന്റെ. അതുപോലും കിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും എളുപ്പമുള്ള 2 പോയിന്റ് വെച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇത്തരം ചോദ്യങ്ങളൊക്കെ അങ്ങനത്തെ ഉള്ളത് തന്നെയാണ് തരാൻ പോകുന്നത്. ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് എത്തില്ല. പക്ഷെ എന്നാലും നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് എവിടെ ഉണ്ടായിരിക്കുക? ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. നമ്മുടെ ടൈം കൂടുതൽ യൂസ് ചെയ്യേണ്ട സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഭാഗമാണ്. ഏറ്റവും പെട്ടെന്ന് തെറ്റിക്കാൻ സാധ്യത. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഇത്തരം ചോദ്യങ്ങളിലൊക്കെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിഗ്രി പ്രിലിംസിന്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് വരുന്നത് ഈ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണിത്. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിലും മെന്റർഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഏറ്റവും അടിപൊളി ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക. ഇപ്പൊ തന്നെ പഠിച്ച് ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ് പോലെയുള്ള പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച റാങ്കിലേക്ക് എത്താൻ എല്ലാവരും തയ്യാറാവുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ആ ഒരു ലിങ്കുമായി ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.